തൃശൂർ ശോഭ സിറ്റി സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിനെതിരെ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. കേസ് പരിഗണിക്കുന്ന തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ നിസാം കുറ്റക്കാരനാണെന്ന് വിധിച്ചിരുന്നു. ഇന്ന് 1 മണിക്കാണ് കോടതി ശിക്ഷ വിധിക്കുക. തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ കാറിടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ കേസിലാണ് വ്യവസായിയായ മുഹമ്മദ് നിസാമിനെതിരെ കോടതി ഇന്ന് ശിക്ഷ വിധിക്കുക. കൊലപാതകമടക്കം നിസാമിനെതിരായ 7 കുറ്റങ്ങളും തെളിഞ്ഞതായും കൊലപാതകം മുൻവൈരാഗ്യമാണെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച് നിസാം കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നിസാമിന് എന്ത് ശിക്ഷ നൽകണം എന്ന് സംബന്ധിച്ച് നടന്ന വാദത്തിൽ വധശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. നിസാം സമൂഹത്തിന് ഭീഷണിയാണെന്നും നിരായുധനായ ചന്ദ്രബോസിനെ കാറിടിച്ചും മർദ്ദിച്ചുമാണ് കൊലപ്പെടുത്തിയത്. ചന്ദ്രബോസിനെ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് വരേണ്ടി വന്നുവെന്നും അതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നും കോടികളുടെ ആസ്തിയുള്ള പ്രതിയിൽ നിന്നും 5 കോടി രൂപ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. എന്നാൽ യാദൃച്ഛികമായുണ്ടായ അപകടമാണ് മരണകാരണമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. കേസിന്റെ വിധിയോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോലീസ് വിചാരണ കോടതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് കോടതി ശിക്ഷ വിധിക്കുക. റിപ്പോർട്ടർ, തൃശൂർ.